ഹായ് ഹലോ, ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പുതിയ പാഠപുസ്തകത്തിലെ ക്രിസ്മസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മോഡേൺ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. രാജു ഈസ് എ ഫാർമർ. രാജു ഒരു കർഷകനാണ്. ഹി ലീവ്സ് ഇൻ എ വില്ലേജ്. അവനൊരു വില്ലേജിലാണ് താമസിക്കുന്നത്. രാജു ഗ്രോസ് വീറ്റ്, റൈസ് ആൻഡ് വെജിറ്റബിൾസ്. രാജു വീറ്റ് ഉണ്ടാക്കി, റൈസ്, വെജിറ്റബിൾസ് ഇതൊക്കെ ഉണ്ടാക്കി. ഹി ഹാസ് എ കൗ. അവനക്കൊരു പശുവുണ്ട്. ദാറ്റ് ഗീവ്സ് ഹിം മിൽക്ക്. ആ പശു അവനക്ക് പാല് കൊടുക്കും. രാജു സെൽസ് ദ മിൽക്ക് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ദ മാർക്കറ്റ്. രാജു എന്ത് ചെയ്യും? പാലും വെജിറ്റബിൾസ് പച്ചക്കറികളും മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. ഹി യൂസസ് ദ മണി ടു ബൈ സീഡ്സ്, ടൂൾസ് ആൻഡ് ക്ലോത്ത്സ് ഫോർ ഹിസ് ഫാമിലി. ആ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ടാണ് അവന് എന്ത് ചെയ്യുന്നത്? സീഡ്സ് അല്ലെ, വിത്തുകളും ടൂൾസുകളും വസ്ത്രങ്ങളും ഒക്കെ അവൻ്റെ ഫാമിലിക്ക് വേണ്ടി വാങ്ങുന്നത്. അങ്ങനെയാണ് ആ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന ക്യാഷ് കൊണ്ടാണ് വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ കൃഷിക്കും വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങുന്നത്. ഇനി ഇങ്ങനെ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഇതിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് രാജൂസ് ഓക്യുപ്പേഷൻ? എന്താണ് രാജുവിൻ്റെ ഓക്യുപ്പേഷൻ? ജോലി എന്താണ്? രാജു ഈസ് എ ഫാർമർ അല്ലേ, രാജു ഒരു കർഷകനാണ്. വേർ ഡസ് രാജു ലീവ്? എവിടെയാണ് രാജു ജീവിക്കുന്നത്? രാജു ലീവ്സ് ഇൻ എ വില്ലേജ്. വില്ലേജിലാണ് രാജു ജീവിക്കുന്നത്. വാട്ട് ഡസ് രാജു ഗ്രോസ് ഇൻ ഈസ് ഫാം? അവന് എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? രാജു ഗ്രോസ് വീറ്റ്, റൈസ് ആൻഡ് വെജിറ്റബിൾ അല്ലേ, ഗോതമ്പ്, അരി, പിന്നെ പച്ചക്കറികൾ. വാട്ട് ഡസ് രാജൂസ് കൗ ഗിവ് ഹിം? രാജുവിൻ്റെ പശു അവൻ എന്തെല്ലാം നൽകും? രാജൂസ് കൗ ഗിവ്സ് ഹിം മിൽക്ക്. എന്താണ് നൽകുന്നത്? മിൽക്ക്, പാലാണ് അല്ലേ. വാട്ട് ഡസ് രാജു സെൽ ഇൻ ദ മാർക്കറ്റ്? മാർക്കറ്റിൽ പോയി എന്താണ് രാജു വിൽക്കുന്നത്? രാജു സെൽസ് മിൽക്ക് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ദ മാർക്കറ്റ് അല്ലേ. രാജു മിൽക്ക്, പാലും പച്ചക്കറികളുമാണ് മാർക്കറ്റിൽ പോയി വിൽക്കുന്നത്. ആക്ടിവിറ്റി 2 സഷ ടോൾഡ് അനു ടീച്ചർ എബൌട്ട് കവിത അല്ലേ. സഷയുടെ പാഠം നമ്മൾ പഠിച്ചതല്ലേ, അപ്പോൾ കവിതയെക്കുറിച്ചിട്ട് പറഞ്ഞു. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സഷ ആൻഡ് ഹർ ടീച്ചർ. അപ്പോൾ സഷയും ടീച്ചറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. എങ്ങനെ എഴുതാം നമുക്ക് ആ കോൺവെർസേഷൻ? സഷ, ടീച്ചർ, ഓൺ അവർ വേ ഹോം വാസോ എ പുവർ ഗേൾ. ടീച്ചറോട് സഷ പറയാണ്, ടീച്ചർ ഞാൻ പോകുന്ന വഴിയിൽ ഞാനൊരു പാവപ്പെട്ട ഒരു കുട്ടിയെ കണ്ടു. ടീച്ചർ, പുവർ ഗേൾ, പാവപ്പെട്ട പെൺകുട്ടിയോ? ഹൂ ഈസ് ദാറ്റ്? ആരാണത്? സഷ, ഐ സോ ഇൻ ഫ്രണ്ട് ഓഫ് അവർ ക്ലാസ് റൂം ദിസ് മോർണിംഗ് ടു. ആ കുട്ടിയെ ഞാൻ ഇന്ന് നമ്മളുടെ ക്ലാസ് റൂമിൻ്റെ മുന്നിൽ വെച്ചും കണ്ടിരുന്നു. ടീച്ചർ, ഹോ വാട്ട് ഈസ് ഹർ പ്രോബ്ലം? അങ്ങനെയാണോ? എന്താ അവളുടെ പ്രശ്നം? സഷ, ഷീ ഹാസ് എ ഗുഡ് ഇൻട്രസ്റ്റ് ഇൻ കമ്മിങ് ടു സ്കൂൾ. അവൾക്ക് സ്കൂൾ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് ഹർ ഫാമിലി ഈസ് ഫിനാൻഷ്യലി അണേബിൾ ടു ഡു സോ. പക്ഷെ അവളുടെ കുടുംബത്തിന് അല്ലേ പണമില്ല. ടീച്ചർ, ഡോണ്ട് വെറി, വി ക്യാൻ ഹെൽപ്പ് ദം. നൗ അവർ ഹെഡ് മാസ്റ്റർ ഈസ് നോട്ട് ഹിയർ, ലെറ്റ് മീ കോണ്ടാക്ട് ഹിം. സഷ, താങ്ക് യു ടീച്ചർ. എന്താ ടീച്ചർ പറഞ്ഞത്? വിഷമിക്കണ്ട, നമുക്ക് അവരെ സഹായിക്കാം. ഇപ്പോൾ നമ്മളെ ഹെഡ് മാസ്റ്റർ ഇവിടെ ഇല്ല, നമുക്ക് ഹെഡ് മാസ്റ്ററുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം. അപ്പോൾ സഷ എന്ത് പറയുന്നു? നന്ദി പറയാണ് ടീച്ചറോട് അല്ലേ. ഇങ്ങനെ നമുക്ക് കോൺവെർസേഷൻ എഴുതാം. ആക്ടിവിറ്റി 3 എന്നാ റൈറ്റ് എ റെസിപ്പി ഓഫ് വൺ ഓഫ് യുവർ ഫേവറേറ്റ് ഫുഡ് ഐറ്റം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഐറ്റംസിൻ്റെ റെസിപ്പി എഴുതാനാണ്. ടേക്ക് സം വെജിറ്റബിൾസ് ദാറ്റ് ക്യാൻ ഈറ്റൺ റോ, വാഷ് ദം, പീൽ ദ സ്കിൻ ഇഫ് നീഡഡ്, ചോപ്പ് ദം ഇൻടു പീസസ്, പുട്ട് ദം ഇൻടു എ ബൗൾ, ആഡ് എ പിഞ്ച് ഓഫ് സോൾട്ട് ആൻഡ് പെപ്പർ. ദ സാലഡ് ഈസ് റെഡി. അപ്പോൾ ഇവിടെ നമ്മൾ സാലഡ് ഉണ്ടാക്കുന്നതാണ് എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 4 നോക്കാം. സഷ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ, ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് ആക്സെപ്റ്റിംഗ് ഇറ്റ്. വാട്ട് കുഡ് ബി സഷാസ് ഫീലിംഗ്? അല്ലേ, സഷ പാവപ്പെട്ട കുട്ടിക്ക് ഉണ്ണിയപ്പം കൊടുത്തപ്പോൾ അവൾ അത് വേടിക്കാതെ ഓടിപ്പോയി. അപ്പോൾ സഷയുടെ മനസ്സിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും പോയിട്ടുണ്ടാവുക? വൈ ഡിഡിൻ ദ ഗേൾ ടേക്ക് ദ ഉണ്ണിയപ്പം? എന്തുകൊണ്ടാണ് ആ കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ണിയപ്പം വാങ്ങാഞ്ഞത്? ഡിഡ് ഐ സേ സംതിങ് റോങ്? ഞാൻ എന്തെങ്കിലും അരുതാത്തത്, തെറ്റായത് പറഞ്ഞോ? വാസ് ഷീ നോട്ട് ഹംഗ്രി? അവൾക്കതോ വിശപ്പില്ലേ? ദെൻ വൈ ഡിഡ് ഷീ കെയിം ഹിയർ? ഇനി എപ്പോഴാണ് അവൾ ഇങ്ങോട്ട് വരിക? ഷീ ലുക്സ് ലൈക്ക് എ പുവർ ഗേൾ. അവളെ കണ്ടിട്ട് ഒരു പാവം കുട്ടിയാണ്. ഹെർ ഡ്രസ് ഇസ് ടോൺ അല്ലേ, അവളുടെ ഡ്രസ്സെല്ലാം ടോണാണ്. വൈ ഈസ് ഹെർ ഹെയർ
ഷാബി. അവളുടെ ഹെയർ എന്താ ഇങ്ങനെ ഷാബി ആയിട്ട് കിടക്കുന്നത്? ഡിഡിൻ ഹെർ മദർ കോം ഹെർ ഹെയർ? അവളുടെ അമ്മ അവളുടെ മുടി കെട്ടി കൊടുക്കുന്നില്ലേ? വൈ ഈസ് ഷീ അറ്റ് സ്കൂൾ നൗ? സ്കൂളിലേക്ക് എന്താ അവൾ വരാത്തത്? ഐ വണ്ടർ വേർ ഷീ ലീവ്സ്, പുവർ ഗേൾ ഫീൽ സോറി ഫോർ. അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതലുണ്ടെങ്കിൽ അതും കൂട്ടിച്ചേർക്കാം കേട്ടോ. അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഇനി ആക്ടിവിറ്റി 5, സം ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി. റൈറ്റ് ദം ഇൻ ഓർഡർ, കറക്റ്റ് ഓർഡർ ഗിവൺ ബിലോ. അല്ലേ, ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ. സഷ ആൻഡ് നവീൻ വിസിറ്റഡ് കബിത. കബിത വാസ് ക്രാഡ്ലിംഗ് ഹെർ യങ്ങർ ബ്രദർ. Naveen noticed a girl next to the window. Sasha gave a picture storybook to Kabita. അല്ല, ഇത് ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഓർഡർ ആക്കി എഴുതണം. എങ്ങനെ എഴുതും? ഫസ്റ്റ് എന്താണ്? നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. പിന്നെ സഷ ആൻഡ് നവീൻ വിസിറ്റഡ് കബിത. തേർഡ്, കബിത വാസ് ക്രാഡിൽ ഹെർ യങ്ങർ ബ്രദർ. ഫോർത്ത്, സഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കബിത. 5, ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ. 5th അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ആ കഥയുടെ ഓരോ ഇവൻറ്റ്സും ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തത്. ഇനിയും ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ എല്ലാം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓൾ ദി ബെസ്റ്റ്.